നാട്ടിൽ ചെറിയ രീതിയിൽ ഫാമുണ്ട്. അതിൽ നാൽക്കാലികൾ, കോഴി, വാഴ, തെങ്ങ് പോലെയുള്ള സംഗതികളുണ്ട്. ആവശ്യക്കാർ, കച്ചവടക്കാർ അത് വന്ന് വാങ്ങുന്നു. അവരെന്തിന് ഉപയോഗിക്കുന്നു എന്നത് അന്വേഷിക്കുന്നില്ല. അങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ചോദിക്കാനുള്ള കാരണം തന്നെ വാങ്ങുന്ന വസ്തുക്കൾ ഒരുപക്ഷെ പൂജയ്ക്കും മറ്റു ദൈവങ്ങൾ എന്ന് പറയപ്പെടുന്ന വിഗ്രഹങ്ങൾക്കും ഒക്കെ സമർപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം സംഗതികൾക്ക് വേണ്ടി ഇദ്ദേഹം വഴിയൊരുക്കുന്നുണ്ടോ എന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അങ്ങനെ അന്വേഷിക്കേണ്ടതുണ്ടോ? വിൽക്കുന്ന സാധനം എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നത് അന്വേഷിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം കച്ചവടം അനുവദനീയമാക്കിയിട്ടുണ്ട്, കൃഷി അനുവദനീയമാക്കിയിട്ടുണ്ട്, നാൽക്കാലികളെ വളർത്താം. വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കച്ചവടം. ഈ കച്ചവടത്തിൽ നിങ്ങൾ എൻ്റെ കടയിൽ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫാമിൽ വന്നിട്ട് വാങ്ങുന്ന വസ്തുക്കൾ നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചറിയേണ്ടുന്ന ഒരു ബാധ്യത ഇസ്ലാം വെച്ചിട്ടില്ല. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അറിയാം ഇന്നവൻ വരുന്നത് അത് ദുരുപയോഗം ചെയ്യാനാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അവനത് വിൽക്കാൻ പാടില്ല, അവന് കൊടുക്കാൻ പാടില്ല. ഞാൻ നൽകില്ല എന്ന് തന്നെ പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. ഉദാഹരണമായിട്ട് കത്തി കടകളിൽ വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ നിങ്ങൾ ആ കത്തി വാങ്ങാൻ എൻ്റെ കടയിൽ വരുന്നത് ഒരാളെ കൊല്ലാനാണ് അല്ലെങ്കിൽ ഒരു നാശം വരുത്താനാണ് എന്ന് എനിക്കറിയുമെങ്കിൽ, നിങ്ങളുടെ സംസാരത്തിൽ നിന്നോ മറ്റോ എനിക്ക് അറിയുമെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് കത്തി നൽകാൻ പാടില്ല. എൻ്റെ കടയിൽ വിൽക്കാൻ വെച്ചതാണ്, പക്ഷേ നിങ്ങൾക്ക് വിൽക്കേണ്ടുന്ന ഒരു ബാധ്യത എനിക്കില്ല. ഇതാണ് അടിസ്ഥാനം. മുന്തിരി, അതേപോലെ തന്നെ മറ്റു വസ്തുക്കൾ, അവയൊക്കെ ആളുകൾ ഭക്ഷ്യയോഗ്യമാക്കുന്നുണ്ട്, പക്ഷേ അത് വാറ്റാനും ഉപയോഗിക്കുന്നുണ്ട്. കള്ള് വാറ്റുന്നതിന് വേണ്ടിയാണ് ഈ വസ്തു എന്നിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് എന്ന് കടക്കാരൻ അറിയുമെങ്കിൽ അയാൾക്കത് കൊടുക്കാൻ പാടില്ല. അതിനുള്ള സാധ്യത അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട് എങ്കിൽ, സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു വിദൂര സാധ്യതയൊന്നുമല്ല, ഏതാണ്ട് അതിന് തന്നെയായിരിക്കും ഇവൻ വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൂകിത്തെളിഞ്ഞ പൂവങ്കോഴി അത് വേണമെന്ന് ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മിക്കവാറും ആഭിചാരക്രിയകൾക്ക് വേണ്ടിയാണ് എന്നുറപ്പാണ്. അതേപോലെ തന്നെ കരിങ്കോഴിയെ വന്നിട്ടൊരാൾ ചോദിക്കുകയാണ്, കരിങ്കോഴിയുണ്ടോ? അതെന്തിനു വേണ്ടിയാണ്? ഇത്തരം ആഭിചാരക്രിയകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. അത്തരം വസ്തുക്കൾ, അതിന് ഉപയോഗപ്രദമാകുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് വളർത്തേണ്ടതില്ല. എന്നാൽ ആളുകൾക്ക് പൂവൻകോഴിയെ അറുത്തു തിന്നാം. അതേപോലെ തന്നെ കൂടുതൽ പെടകളുണ്ട്, ഒരു പൂവൻകോഴി ആ കൂട്ടത്തിലുണ്ട് എങ്കിൽ വിരിയിക്കാൻ പറ്റിയ മുട്ടകൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരു പൂവൻകോഴിയെ ഞാൻ വാങ്ങി വളർത്തട്ടെ എൻ്റെ കോഴികളുടെ കൂടെ എന്ന് കരുതിയിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. പക്ഷേ ഈ വന്ന് ചോദിക്കുന്നവരുടെ നിയ്യത്ത് നമ്മൾ ചോദിച്ചറിയേണ്ടതില്ലെങ്കിലും സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇടപെടുകയും അവർക്കത് നിഷേധിക്കുകയും ചെയ്യണം. അത് ഇസ്ലാമികമായിട്ടുള്ള ഒരു ബാധ്യത തന്നെയാണ്. എന്നാൽ വരുന്നവരോട് മുഴുവൻ ഒരു ഇൻ്റർവ്യൂ നടത്തി നിങ്ങൾ വാങ്ങാൻ വന്നത് എന്തിനു വേണ്ടിയാണ്, നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല. എന്നാൽ വരുന്നവൻ്റെ ഉദ്ദേശം ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉറപ്പുവരുത്തുകയും അതിന് തന്നെയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി അവൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അതിന് തന്നെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നൽകാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം.